കാലവർഷത്തിനു മുൻപേ തലസ്ഥാനത്ത് മഴ ദുരിതം ആരംഭിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം വെള്ളത്തിലായതോടെ തോടുകൾ മാലിന്യം കൊണ്ടു നിറഞ്ഞു. ഓടകൾ കരകവിഞ്ഞൊഴുകുന്നു. വെള്ളക്കെട്ടിനൊപ്പം പകർച്ചവ്യാധി ഭീതിയിലാണ് നഗരവാസികൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതോടെ ഭീതിയുമേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 മണിക്കൂർ നേരം മാത്രം മഴ നിർത്താതെ പെയ്തപ്പോൾ തലസ്ഥാന നഗരിയിലെ ഇടവഴികൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട റോഡുകൾ പലതും വെള്ളത്തിനടിയിലായി. ചാക്ക ജംഗ്ഷനിലും പാളയത്തും SS കോവിൽ റോഡിലും പതിവ് തെറ്റാതെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൃത്യമായ ശുചീകരണമില്ലാത്തതിനാൽ നഗരത്തിലെ ഓടകൾ നിറഞ്ഞൊഴുകി. മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തത് കാരണം ഒറ്റമഴയിൽ ആമയിഴഞ്ചാൻ തോട് മാലിന്യ കൂമ്പാരമായി. ഇരുമ്പുപാലം ജംഗ്ഷനും തകരപ്പറമ്പ് റോഡിനുമിടയിലെ ആമയിഴഞ്ചാൻ തോട് നാട്ടുകാർക്കും സമീപം വ്യാപാരം നടത്തുന്നവർക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. വരുന്ന ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അവസ്ഥയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കണക്കുള്ള ചെറിയ കച്ചവടക്കാരാണ് ഈ സൈഡ് മൊത്തം കിടക്കുന്നത്. അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ആരും ഈ റൂട്ട് വരത്തില്ല. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് പകർച്ചവ്യാധി ഉണ്ടാകുമോ എന്ന ഭയം വേറെയും. ഇത് വെള്ളത്തിന് ഒഴുക്കില്ലാത്തത് കൊണ്ടുവന്നത് കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ്. ഞങ്ങൾക്കൊരു 5 മണിക്ക് ശേഷം കടയിരിക്കാൻ പറ്റത്തില്ല. അത്രയും കൊതുകാണ്. കൊതുകെന്ന് പറഞ്ഞെന്നറിയോ, നമ്മൾ ഇരിക്കുന്നതല്ല, നമ്മുടെ മോൻ വയ്ക്കാൻ കയ്യിലും കാലിലും ഒക്കെയാണ് കിടന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത്. പകർച്ചവ്യാധിയും കൂടും. ജോണ്ടിസ് വരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും. ഇതെന്ന് പറഞ്ഞാൽ ഈഡിസ് കൊതുക് കൊതുകാന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ കുത്തുന്നത്. പിന്നെ നമ്മുടെ കടയിൽ വരുന്ന ക്ലയൻസ് എല്ലാം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കുന്നു, ഇത്രയും സ്മെല്ലുള്ള സ്ഥലത്ത് എങ്ങനെ ഇരിക്കുന്നു. അത്രയും സ്മെല്ലാണ്. ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എളുപ്പത്തിലെടുക്കുന്നതിന് വേണ്ടി ഒഴുകിപ്പോകാത്ത രീതിയിൽ മാലിന്യങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നഗരസഭ തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് വന്ന് കിടക്കുന്നത് അവിടെ ഒരു സാധനം കെട്ടിയിട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് കണ്ടായിരുന്നോ? അതുകൊണ്ട് ആ മൂലയിൽ ഒരു ബെൽറ്റ് പോലെ കെട്ടിയിട്ട് അണ പോലെ കെട്ടിയിട്ട് ഈ മാലിന്യത്തിനെ തടഞ്ഞു നിർത്തി ഇതിൽ നിന്ന് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ചാക്ക് ഇണങ്ങുന്നത് അവിടെ ഇരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. ഇത് കൊണ്ടുപോകുന്നതിനനുസരിച്ചാണ് അവരിങ്ങനെ അണ കെട്ടിയിടുമ്പോൾ ഇത് വന്ന് തടഞ്ഞു നിൽക്കും. എന്നാൽ ഇത്രയും മഴവെള്ളം പോയിട്ടും ഈ സാധനം ഒഴുകി പോയിട്ടില്ല. ഇന്ന് രാവിലെ കോർപ്പറേഷൻ ആരോ വന്ന് കുറച്ച് തള്ളി വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. ഇത് മഴക്കാലം എന്നല്ല, എപ്പോഴും ഈ അണ പോലെ കിടക്കുന്നിടത്തോളം കാലം ഈ മാലിന്യം ഇവിടെ കെട്ടി തന്നെ കിടക്കും. അങ്ങോട്ടങ്ങ് ഒഴുകി പോകത്തില്ല. ഇത് ഒഴുകിപ്പോയാൽ ആർക്കും ശല്യമില്ല. ഭയങ്കര ദുർഗന്ധമാണ് ഇതിൽ നിന്ന് വരുന്നത്. തുടർച്ചയായിട്ട് 1 മണിക്കൂർ നേരം മഴ പെയ്താൽ തലസ്ഥാന നഗരിയിലൂടെയുള്ള യാത്രയും ജീവിതവും എങ്ങനെ ദുസ്സഹമാകുന്നു എന്നതിന് തെളിവുകളാണ് ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം. കഴിഞ്ഞ വർഷമുണ്ടായ മഴയുടെ ദുരിതത്തിൽ നിന്ന് ഇത്തവണയും യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.